ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാം സത്യദൈവം എന്നതിനെ ആസ്പദമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ കരകുളം. പരിശുദ്ധനാകുന്ന ദൈവത്തിന് സർവമഹത്വവും ബഹുമാനവും സ്തുതിയും ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ തൃപ്പാദം എന്ന ശുശ്രൂഷയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിൽ വലിയവനാകുന്ന ദൈവം എല്ലാ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ നൽകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ചു. ഇന്ന് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു നിസ്തുല്യനാണ് എന്ന ഒരു വിഷയം നമ്മൾ വീണ്ടും ദൈവസന്നിധിയിലെ പ്രാർത്ഥനയോടെ പഠിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു നിസ്തുല്യൻ. നിസ്തുല്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്നുള്ളത് മലയാളത്തിൽ തുല്യപ്പെടുത്തുവാൻ കഴിയാത്തവൻ എന്നാണ്. അതായത് ഈ ഭൂമുഖത്ത് നാളിതുവരെ ഉണ്ടായിട്ടുള്ള ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയോടും യേശുക്രിസ്തുവിനെ തുല്യപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയുന്നതല്ല. ഈ ലോകത്തിൽ ക്രിസ്തുവിന് മുമ്പോ ക്രിസ്തുവിനു പിൻപോ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ പോലെ ഒരു വ്യക്തിത്വം ഈ ഭൂമുഖത്ത് ഉണ്ടായിട്ടേയില്ല. ലോകമഹാന്മാരാകുന്ന വ്യക്തികളിൽ പല വ്യക്തികളും തുല്യപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയുന്ന മറ്റൊരു വ്യക്തിത്വം കാണുവാൻ തക്കവണ്ണം കഴിയും. മഹാത്മാഗാന്ധിയെപ്പോലെ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും വേഷം ധരിക്കുകയൊക്കെ ചെയ്ത വ്യക്തികൾ വീണ്ടും ഈ ലോകത്തിലുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിനെ പോലെ മറ്റൊരു രാജ്യത്ത് ജീവിച്ചതായിരിക്കുന്ന വ്യക്തി യേശുക്രിസ്തുവിനെ പോലെ ജീവിച്ചിട്ട് അതുപോലെയാണ് എന്ന് പറയത്തക്കവണ്ണം ഒരു നാമം ധരിച്ച വ്യക്തി ഭൂമുഖത്ത് ഉണ്ടായിട്ടേയില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നതുമില്ല. അതാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യത എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യത എന്ന വിഷയം ഒന്നാമതായി ചിന്തിക്കുമ്പോൾ, കർത്താവായ യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ചരിത്രം എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ലോകത്തിൽ കടന്നു വന്ന സകല മഹാന്മാരും അവർ ജനിച്ചതിന് ശേഷമാണ് അവരുടെ ജീവചരിത്രം എഴുതിയിട്ടുള്ളത്. എന്നാൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടുത്തെ ചരിത്രം എഴുതിയിട്ടുണ്ടായിരുന്നു. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ എഴുതപ്പെട്ട ചരിത്രപ്രകാരമാണ് അവിടുന്ന് ഈ ലോകത്തിൽ ജനിക്കുകയും ജീവിക്കുകയും പ്രവർത്തിക്കുകയും മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തത്. പഴയ നിയമത്തിൽ പറയുന്നതായിരിക്കുന്ന 300 പ്രവചനങ്ങൾ പുതിയ നിയമത്തിൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൽ 61ഓളം പ്രവചനങ്ങൾ വളരെ വ്യക്തമായിട്ട് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ നിറവേറ്റപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യവും നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിയും. ഈ ദിവസങ്ങൾ അത് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനിയും പ്രവചനങ്ങൾ നിറവേറാനായിട്ട് ഉണ്ട്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമത്തിൽ എഴുതിയതിൻ പ്രകാരമാണ് അവിടെ നിന്ന് ജനിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 46-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, മോശെ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. കർത്താവ് തന്നെ പറയുകയാണ്, മോശെ തന്നെക്കുറിച്ച് എഴുതിയതുപോലെയാണ് താൻ ജനിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷം 24-ന്റെ 44-ാമത്തെ വാക്യം കർത്താവ് പറയുന്നു, മോശയുടെ ന്യായപ്രമാണത്തിൽ, പ്രവാചക പുസ്തകങ്ങളിൽ, സങ്കീർത്തനങ്ങളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവർത്തിയാകണം. ആദ്യമായി ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയത് ബൈബിളിൻ്റെ ഒന്നാമത്തെ എഴുത്തുകാരനാകുന്ന മോശയാണ്. പിന്നെ പ്രവാചകന്മാരെഴുതി. പിന്നെ സങ്കീർത്തന പുസ്തകങ്ങളിൽ, കാവ്യ പുസ്തകങ്ങൾ, ഇയ്യോബ് മുതൽ ഉത്തമ ഗീതം വരെയുള്ള കാവ്യ പുസ്തകങ്ങളിൽ ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പോലെയാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത്, ജീവിച്ചത്, പ്രവർത്തിച്ചത്. മാർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യം, അവിടെ എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ മാനവ സമൂഹത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാനായി പോകുന്നു എന്ന് പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 18-ന്റെ 31-ാം വാക്യം, പ്രവാചകന്മാർ
എഴുതിയിരിക്കുന്നത് പോലെ എന്നുള്ള പ്രയോഗം കാണാനായി കഴിയും. പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതിന് പോലെയാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഈ ലോകത്ത് ജനിച്ച് ജീവിച്ചത്. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പഴയ നിയമ പ്രവാചകന്മാർ വിശുദ്ധ രേഖയിൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു എന്ന ദൈവത്തിൻ്റെ പുത്രനെ കുറിച്ചു എഴുതിയതുപോലെ സംഭവിച്ചു എന്നാണ് കാണാനായി കഴിയുന്നത്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ പറയുന്നു, ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അതെ, നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ജനനം, അവിടുത്തെ പേര്, ജനനസ്ഥലം, അവിടുത്തെ ജീവിതം, അവിടുത്തെ സംസാരം, അവിടുത്തെ ഉപമകൾ, അവിടുത്തെ പ്രസംഗം, അവിടുത്തെ അത്ഭുതങ്ങൾ, അവിടുത്തെ മരണം, അവിടുത്തെ അടക്കം, അവിടുത്തെ പുനരുത്ഥാനം, ഈ വിധ എല്ലാ വിഷയങ്ങളും പഴയ നിയമത്തിൽ മോശ തുടങ്ങി സകല പ്രവാചകന്മാരും എഴുതിയിരുന്നത് പോലെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയുണ്ടായി. ഇങ്ങനെ ഒരു വ്യക്തിത്വം ഭൂമുഖത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മുൻകൂട്ടി എഴുതിയതിന് പ്രകാരം, മുൻകൂട്ടി ചരിത്രം എഴുതിയതിന് പ്രകാരം ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതായിരിക്കുന്ന ഒരു വ്യക്തിത്വം ഭൂമുഖത്ത് ഉണ്ടായിട്ടേയില്ല. അതുകൊണ്ടാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു നിസ്തുല്യൻ എന്ന് നാം പറയുവാൻ തക്കവണ്ണം കഴിയുന്നത്. മറ്റു ഒരു വ്യക്തിയോടും യേശുക്രിസ്തുവിനെ ഉപമപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയുന്നതല്ല, സാമ്യപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയുന്നതല്ല. അതെ, അവിടുന്ന് നിസ്തുല്യൻ. ഈ പകൽക്കാലം നിസ്തുല്യനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൃപ്പാദങ്ങളിരുന്ന് നമുക്ക് വീണ്ടും വചനം പഠിക്കാം. അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മാതൃകാപുരുഷനായിരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് അനുഗമിക്കാം. ഈ പ്രഭാതത്തിൽ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമാകുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ, എല്ലാ നന്മകളും നൽകട്ടെ. അവിടുത്തെ പരിശുദ്ധമായിരിക്കുന്ന നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.